ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളി ഒരു ഐറ്റമായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എന്താണെന്നല്ലേ, തെണ്ടീത് കൊണ്ട് ഒരു കഷ്ണം വലിയ മീനിൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ലൊരു മീൻ പെരട്ടാണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് മീൻ കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ മീൻ പെരട്ട എങ്ങനെ തിന്നു നോക്കാം. അപ്പോൾ ഈ മീൻ പെരട്ടിന് വേണ്ടി എടുക്കുന്ന മീനെന്ന് പറഞ്ഞാൽ നല്ല കട്ടയായിട്ടുള്ള മീൻ എടുക്കണം. ചെറിയ മീൻ എടുക്കില്ല, കഴിവതും ഇതേപോലുള്ള വലിയ മീൻ്റെ കഷ്ണം മാത്രമേ എടുക്കാവുള്ളൂ. ഇതുണ്ട് കട്ടത്തള, അതാണ് നമുക്ക് കിട്ടിയ മീൻ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് തരാം. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മീനെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കണം. മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊക്കെ ഇച്ചിരി മസാലയൊക്കെ പുരട്ടി വെക്കണം. ഒരു പാത്രത്തിൽ കൊടുക്കുക. ഇത് ഏകദേശം 750 രൂപ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നിറച്ച് അങ്ങോട്ട് എടുക്കുക. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇനിയും വേണ്ടത് ഒരല്പം കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഈ മീനിൻ്റെ അകത്ത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. ആ രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് ഏകദേശം ഒരു 25-30 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. ഇവിടെ ഇരിക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ സമയം കൊണ്ട് റെഡിയാക്കാം. അടുപ്പൊന്ന് കത്തിക്കും. അടുപ്പ് കത്തിച്ചിട്ട് ഇതേപോലെ പാൻ അങ്ങോട്ട് വെക്കുക. പാനൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് മുളകൊന്ന് വറുത്തെടുക്കണം. എരിവുള്ളതും എരിവില്ലാത്തതായിട്ടുള്ള മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മുളകുണ്ട്. ആ മുളക് ഈ പാൻ ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എരിവുള്ള മുളക് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം നമുക്ക് മുളക് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. എണ്ണ ഇല്ലാതെ തന്നെ അത് വറുത്തെടുക്കണം. ഇതേപോലെ അത് വറുത്തെടുക്കുക, കരിഞ്ഞു പോകാതെ ഉണ്ടോ. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും ഈ മുളക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. മുളക് വറുത്ത് മാറ്റിയതിന് ശേഷം അതേ പാന് ഒന്നുകൂടെ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഈ കൊച്ചുള്ളി അതുപോലെ തന്നെ നമുക്ക് ഈ ഉള്ളിയും കൊടുത്ത് വറുത്തെടുക്കാം. കാര്യം ഉള്ളിയുടെ ഈ കളർ ഒന്ന് മാറ്റിയെടുക്കണം. ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 150 രൂപ അടുത്ത് തൂക്കമുണ്ട് ഉള്ളിക്ക്. ആ ഉള്ളിയും കൂടെ ഇപ്പം നമുക്ക് അത്ര മീനുള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ എടുത്തത് കേട്ടോ. മീൻ കുറച്ചുണ്ടെങ്കിൽ ഈ മുളകൊക്കെ ആണെങ്കിലും ഉള്ളിയൊക്കെ ആണെങ്കിലും കുറച്ചെടുത്താൽ മതി. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം എല്ലാം കൂടെ ഇത് രണ്ടും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞും പോകല്ലേ. ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരല്പസമയം നിൽക്കണം, എന്നാൽ മാത്രമേ ഇത് ഈ ഒരു രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടായി ഇത് റെഡി ആയതിന് ശേഷം ഇതേപോലെ പാത്രത്തിലോട്ട് മാറ്റും. ഇപ്പം തണുത്തതിന് ശേഷം ആദ്യമായി മുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ മുളകൊന്ന് പൊടിക്കണം. പൊടിച്ച് അരയ്ക്കാനുള്ളതാണ്.
ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മീൻ കറിയൊക്കെ വെക്കുന്നു, അതേപോലെ മീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുടംപുളിയാണ് ചേർക്കുന്നത്. വാളംപുളിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിടാം, കുടംപുളിയാണെങ്കിൽ കുടംപുളി ഇടുക. ഇതേപോലെ വെള്ളത്തിനകത്തിട്ടിട്ട് ഒന്ന് കുതിർന്ന ശേഷം ഒരു 3-4 പുളിക്കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ആ പുളിയും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച ശേഷം നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കുക. അതുപോലെ തന്നെ അരയാൻ താമസം ഉണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ച് വേണം അത് അരച്ചെടുക്കുക. കേട്ടോ ഇതേപോലെ ഇതേപോലെ. ഇപ്പോൾ ഇതിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് പിടിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീനൊക്കെ ഒന്ന് വാർത്തെടുക്കണം. അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് വാർത്തെടുക്കത്തക്ക രീതിയിലുള്ള ഒരു പാൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നിരപ്പൊഴിച്ച് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അങ്ങോട്ട് പേരയ്ക്ക് ഓരോന്ന് ഈ ചൂട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ 2 ട്രിപ്പ് വേണം ഇത് വാർത്തെടുക്കാൻ. മീൻ പറക്കുന്നതിൻ്റെ രീതി ആക്കില്ല, അതേപോലെ നമുക്ക് വാർത്തെടുക്കാമെന്നുള്ളൂ. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് കോരി എടുക്കാം. ഇനി ബാക്കിയുടെ അതേപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. രണ്ടാമത്തെ നമ്മൾ വറുത്തിട്ടുണ്ട്. അതിങ്ങോട്ട് കോരിയെടുക്കാം. ഈ എണ്ണ നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഈ കക്കനൊക്കെ കക്കനെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ആ എണ്ണ തന്നെ അങ്ങോട്ട് ഒഴിക്കാം. ഈ ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഒരു നുള്ളു ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു സവോള ഇതേപോലെ കനം കുറച്ചരിച്ച് വെച്ചിരിക്കുന്നത് ഒരു മീഡിയം രീതിയിലുള്ള സവോളയാണ്. ആ സവോള ഒന്ന് ഇട്ട് കൊടുക്കുക. ആ സവോള ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കണം. ഈ മീൻ പുരട്ട് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള രീതിക്കാണ് ഈ മീൻ പുരട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരു അടിപൊളി മീൻ പുരട്ടായിരിക്കും. ഒരു പക്ഷേ അറിയാൻ പറ്റാത്തവർ കാണും മീൻ പുരട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതേ രീതിയിലൊക്കെ നോക്കി ചെയ്തോണം. അപ്പോൾ ഈ സവോളയൊക്കെ ഇതേപോലെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവോളയൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അരപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരപ്പൊക്കെ നമ്മൾ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തോട്ട് ഒരു നുള്ള് ഉരുവാപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം മീനല്ലേ, ഇത്തിരി ഉരുവാപ്പൊടിയൊക്കെ ഇടുന്നത് നല്ലതാണ്. നമ്മൾ മീൻ ഉപ്പിട്ടാണ്. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം മീൻ പുരട്ടിനുള്ള ഗ്രേവി ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ നല്ലപോലെ തിളയായതിന് ശേഷം ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പോ പുളിയോ എരിവോ ഒക്കെ നമ്മുടെ പാകത്തിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയൊന്നും ഇടുന്നില്ല. കാര്യം മീൻ ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ട്. ഇതേപോലെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക.
നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പങ്ങ് നിർത്താം. ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ മീൻ പെരട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പലർക്കും. നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെയൊക്കെ കൂടെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പെരട്ടാണ്. ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ശരി ഇത് ഇഷ്ടപ്പെടും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.